UDF സർക്കാർ അധികാരമേറ്റതിനു ശേഷം മന്ത്രിമാർക്ക് ഓരോരുത്തർക്കും ഔദ്യോഗികമായി വാഹനം നൽകി. അപ്പോൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയതായിരുന്നു 13-ാം നമ്പർ വാഹനം ആര് വാങ്ങുമെന്ന്. പലരും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഈ 13-ാം നമ്പർ വാങ്ങാൻ ആരും തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ മന്ത്രി ഷാജി ഇത് ഏറ്റെടുക്കാൻ തയ്യാറായി. അപ്പം ഈ 13-ാം നമ്പർ അക്കം എന്തുകൊണ്ട് ഈ അന്ധവിശ്വാസമായി കണക്കാക്കുന്നവരല്ല? അതൊരു രസകരമായ കാര്യമാണ്. അതായത് ഈ 13-ാം നമ്പർ കാർ ഉപയോഗിക്കുന്നവർ അടുത്ത തവണ നിയമസഭയിലേക്ക് വരില്ല, അതൊരു അൺലക്കി നമ്പർ എന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 13-ാം നമ്പർ കാറ് മാത്രമല്ല, ഈ നിള ബ്ലോക്കിൽ MLA ഹോസ്റ്റലിന്റെ 13-ാം നമ്പർ നിള ബ്ലോക്കിലെ റൂം ആരും ഉപയോഗിക്കാൻ തയ്യാറാവില്ല. അതുപോലെ മൻമോഹൻ ബംഗ്ലാവ്, അതായത് മന്ത്രിമാർക്ക് കൊടുക്കുന്ന ഔദ്യോഗിക വസതിയിൽ ഏറ്റവും നല്ലൊരു വസതിയാണ് നമ്മുടെ ലോക് ഭവനോട് ചേർന്നുള്ള ഒരു മൻമോഹൻ ബംഗ്ലാവ്. ഈ മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നവരും അടുത്ത തവണ നിയമസഭയിൽ എത്താനുള്ള സാധ്യത കുറവാണ് എന്നൊരു വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ പുറത്താണ് ഈ 13-ാം നമ്പറും മൻമോഹൻ ബംഗ്ലാവും എല്ലാം ഒഴിവാക്കപ്പെടുന്നത്. പക്ഷെ ഇതെല്ലാം UDF ഭരിക്കുമ്പോൾ മാത്രമാണ് ഇതെല്ലാം ചർച്ചയാവുന്നത്. കാരണം നമുക്കിപ്പോൾ നോക്കാം, തൊട്ട് മുമ്പേ ഉള്ള മന്ത്രിസഭയിൽ P പ്രസാദാണ് 13-ാം നമ്പർ വണ്ടി ഉപയോഗിച്ചിരുന്നത്, വാഹനം ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക വാഹനം. P പ്രസാദ് ഇത്തവണയും ജയിച്ച് നിയമസഭയിൽ വന്നിട്ടുണ്ട്. അതുപോലെ മൻമോഹൻ ബംഗ്ലാവില് ആദ്യഘട്ടത്തിൽ ആന്റണി രാജു ആണെങ്കിലും അവസാന സമയം താമസിച്ചിരുന്നത് സജി ചെറിയാനായിരുന്നു മന്ത്രി സജി ചെറിയാനും ചെങ്ങന്നൂരിൽ നിന്ന് ജയിച്ച് നിയമസഭയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒരു അന്ധവിശ്വാസമാണ്. കാരണം നമ്മുടെ മുന്നിൽ ഇതൊരു വലിയ അനുഭവം മാറ്റി തന്നെ ഉണ്ട്. രണ്ട് പിണറായി സർക്കാരിന്റെ കാലത്തും ഈ 13-ാം നമ്പർ വാഹനവും ഉപയോഗിച്ചിരുന്നു. ആദ്യ പിണറായി സർക്കാരിന്റെ സമയത്ത് തോമസ് ഐസക്കാണ് ഉപയോഗിച്ചിരുന്നത്, രണ്ടാമത്തതിന്റെ സമയത്ത് പ്രസാദ് ഉപയോഗിച്ചു. അതിനു മുമ്പുള്ള UDF സർക്കാരിന്റെ സമയത്ത് ഇതേ അന്ധവിശ്വാസം അന്നും വന്നു. അന്നും ഈ 13-ാം നമ്പർ വാഹനം ആരും ഏറ്റെടുത്തില്ല. അന്ന് ഇപ്പൊ KM ഷാജി എന്ന് പറയുന്ന ലീഗിലെ തീപ്പൊരി നേതാവ് ആ ഒരു അന്ധവിശ്വാസം എല്ലാം തച്ചുടച്ച് ഈ നമ്പർ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ ധൈര്യം അന്നും ആരും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ നമ്പർ വേണ്ടാന്ന് വെച്ചു. ഈ ഇത്തരത്തിൽ യാതൊരു ശാസ്ത്രബോധവും ഇത്രയും വളർന്ന ഒരു കാലത്തിൽ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം കേരളത്തിൽ വേണ്ട, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ചർച്ച വേണ്ട എന്നുള്ള തീരുമാനത്തിൽ റിസ്ക് എടുത്ത രണ്ടുപേരാണ്. ഒന്ന് മന്ത്രി KM ഷാജിയും അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിലെ ഏറ്റവും ജൂനിയറായ OG ജനീഷും. ഇവർ രണ്ടുപേരും എടുത്ത റിസ്ക് ആണ്. കാരണം അവർ 13-ാം നമ്പറും എടുത്തു, അതുപോലെ തന്നെ ജനീഷ് മൻമോഹൻ ബംഗ്ലാവും എടുത്തു. അതോടെ തീർന്നു ഈ അന്ധവിശ്വാസത്തെ കുറിച്ചുള്ള ചർച്ച. പക്ഷെ 21-ാം നൂറ്റാണ്ടിലും ഈ ഉയർന്ന പദവിയിലിരിക്കുന്ന മന്ത്രിമാര് തന്നെ ഈ അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനോട് ഒരു അതാണ് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും വളരെയധികം പരിഹാസ്യമായ രീതിയിലാണ് ഈ ചർച്ചകളെല്ലാം നടക്കുന്നത്. എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ഈ 13-ാം നമ്പർ ഉപയോഗിക്കില്ല എന്ന് പറയുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഇതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ കൃത്യമായി പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം നിന്നാൽ ജനങ്ങൾ വീണ്ടും ജയിപ്പിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിയമസഭയില് നിള MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിലെ 13-ാം നമ്പർ മുറി ആരും ഉപയോഗിക്കുന്നില്ല. CPM-ന്റെ ഒരു MLA ആയ CK ഹരീന്ദ്രൻ, പാറശാല MLA, ആ മുറി കഴിഞ്ഞ 2 ടേമായി ഉപയോഗിക്കുന്നു. ഇത്തവണ ശക്തമായ CPM വിരുദ്ധ വികാരം ഉണ്ടായി. 103 സീറ്റിൽ കോൺഗ്രസ് ജയിക്കുകയും എല്ലാം ചെയ്തു. ഈ 13-ാം നമ്പർ മുറി ഉപയോഗിച്ചിരുന്ന CK ഹരീന്ദ്രൻ പാറശാലയിൽ നിന്ന് ജയിച്ചാണ് വന്നത്. അപ്പൊ അതും വൻപിച്ച ഭൂരിപക്ഷത്തിൽ. അപ്പൊ ഈ അന്ധവിശ്വാസങ്ങളാണ് ഇതെല്ലാം. ഈ അന്ധവിശ്വാസങ്ങൾക്ക് ശാസ്ത്രമായി യാതൊരു ബോധമില്ലെന്നും അല്പസ്വല്പമെങ്കിലും യുക്തിപരമായി ചിന്തിക്കണമെന്നും രാഷ്ട്രീയക്കാരാണ് ജനങ്ങൾക്ക് മാതൃക കാണിക്കേണ്ടതെന്നും ഇനിയെങ്കിലും ഈ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം. ഇപ്പൊ KM ഷാജി കാണിച്ച മാതൃക വളരെ വലുതാണ്. കാരണം ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത്. കാരണം നമ്മള് KM ഷാജി ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത്. ആവേശകരമായ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് 9-ാം നമ്പർ കാറാണ്. അപ്പൊ തന്നെ അണികളെല്ലാം പറയുന്നു, ഷാജിക്ക് ഈ നമ്പർ വേണ്ട, 9-ാം നമ്പർ കാറ് വേണ്ട എന്നെല്ലാം ആവേശത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. പുള്ളി അത് ചിരിച്ച് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ചർച്ച പറഞ്ഞത്. കാരണം മുമ്പുള്ള ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഉപയോഗിച്ചിരുന്നത് കേരള സ്റ്റേറ്റ് 9-ാം നമ്പർ കാറാണ്. അപ്പോൾ അദ്ദേഹം ആ നമ്പർ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ഷാജി അത് വിട്ടുകൊടുക്കാൻ തയ്യാറായി. പകരം അന്ധവിശ്വാസങ്ങൾ തകരട്ടെ എന്നുള്ള ഒരു ആവശ്യത്തിന്റെ പുറത്ത് ഈ 13-ാം നമ്പർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത്. അനുവദിക്കുകയല്ല, ചോദിച്ചു വാങ്ങി. അതൊരു നല്ല സന്ദേശമാണ്. ഒരു ലീഗിന്റെ മന്ത്രിയിൽ നിന്ന് വന്ന വളരെ മികച്ച തീരുമാനം തന്നെയാണത്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട മുതിർന്ന നേതാക്കന്മാർ മാറി നിന്നപ്പോൾ OJ ജനീഷ് ആയാലും ഇപ്പൊ ഷാജി ആയാലും ഈ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരാ. എന്നിട്ട് പോലും അവർ ഭയക്കാതെ അവർ ഈ 13-ാം നമ്പർ അക്കത്തെ പൂർണ്ണമായും തുടച്ചു മാറ്റാൻ അവർ മുന്നോട്ടിറങ്ങിയത് ഏറ്റവും അതാണ്. നമ്മൾ കാലഘട്ടങ്ങൾ മാറുന്നു, പുതിയ ആൾക്കാർ വരുന്നു, യുവാക്കൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായി അവരുടെ ചിന്താഗതി മാറും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ഇത്. കാരണം മുതിർന്ന നേതാക്കൾക്കൊന്നും വേണ്ട, അവരെല്ലാം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുള്ളൂ, ആ നൂറ്റാണ്ടിലേ നിൽക്കുന്നുള്ളൂ, ഇങ്ങോട്ട് വരുന്നില്ല. പുതിയ യുവാക്കൾ വന്നു, അവർക്ക് വരുന്ന ഇതിലൊന്നും യാതൊരു കാര്യമില്ല.
നമ്മൾ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജനങ്ങൾ വീണ്ടും നമ്മളെ തെരഞ്ഞെടുക്കപ്പെടും. അതിൽ യാതൊരു സംശയം വേണ്ട എന്നുള്ള യുവാക്കളുടെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഷാജി ആയിരുന്നാലും ജനീഷ് ആയിരുന്നാലും എല്ലാം യുവാക്കളാണ്. അവരുടെ ഒരു കാഴ്ചപ്പാട് വ്യത്യാസം, അത് നമ്മളെ കേരളത്തിന്റെ മാറ്റം, അതായത് കേരളത്തിന് ഏറ്റവും ഗുണകരമായ മാറ്റം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ 13-ാം നമ്പർ ഇത് ഒരു അന്ധവിശ്വാസ നമ്പരായത് എന്നാണ് അറിയാം. അല്ല, അതിപ്പോ കാലാകാലങ്ങളായി ഈ നമ്പറിനെ കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ പറയുകയും പല MLA-മാര് തോക്കുമ്പോൾ ജനകീയ അടിത്തറ ഇല്ലാത്തത് കൊണ്ടും ജനങ്ങൾ തിരസ്കരിച്ചത് കൊണ്ടുമാണ് തോറ്റത് എന്നതിന് പകരം പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ് ഈ 13-ാം നമ്പർ ഉപയോഗിച്ചുകൊണ്ടതാണെന്ന് തോറ്റത്. കാരണം ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചവരെല്ലാം ഇപ്പോഴും സഭയിലുണ്ടതേ, ജയിച്ചു വന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ 13-ാം നമ്പർ ഉപയോഗിച്ചവരെല്ലാം തോക്കുമെന്ന് പറയുന്നത്? അതിലൊന്നും ഒരു കാര്യമില്ല. മൻമോഹൻ ബംഗ്ലാവിലാണെങ്കിലും ഏത് ബംഗ്ലാവിൽ കിടന്നാലും കാര്യമില്ല. ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളോടൊപ്പം കരുതലെടുക്കുക, ജനങ്ങൾ നിങ്ങൾ ജയിപ്പിക്കും. അല്ലാതെ ഇത്തരം കഥകളിൽ കാരണം കണ്ടെത്തി തോൽവിക്ക് ഒരു ന്യായീകരണം നിരത്തുന്നത് ഒരു അനാവശ്യമായ കാര്യമാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു ലോകത്തിന് അല്ലെങ്കിൽ ഈ സമയത്ത് നൽകാവുന്ന ഒരു നല്ല സന്ദേശമായിട്ട് കാണുന്നില്ല. കാരണം നമുക്ക് പിന്നിൽ ഒരുപാട് പേര് വരുന്നുണ്ട്, യുവാക്കൾ വരുന്നുണ്ട്. അവർക്കൊക്കെ ഈ ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ഈ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ വല്ലപ്പോഴെങ്കിലും ഒന്ന് നല്ലതാണ്. അതെ, KM ഷാജിയിലൂടെയും OJ ജനീഷിലൂടെയും അന്ധവിശ്വാസം UDF-ൽ നിന്ന് നിർത്തലാവട്ടെ എന്ന് തന്നെ വിചാരിക്കും. കാരണം അവർ രണ്ടുപേരും വളരെ ചെറുപ്പക്കാരാണ്. അതുപോലെ തന്നെ സമരമുഖങ്ങളിലെല്ലാം പ്രവർത്തിച്ചു വന്നവരാണ്, ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്നവരാണ്. വലിയ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്നിട്ട് ഇപ്പൊ ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സുരക്ഷിത മണ്ഡലമായിരുന്നു. ജനീഷ് അങ്ങനെയല്ല, വളരെ ശക്തമായ മത്സരത്തിലൂടെ ജനിച്ചു വന്നതാണ്. അപ്പൊ അവർക്ക് ഈ ഒരു തുടർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ അന്ധവിശ്വാസങ്ങളെല്ലാം വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് എന്ന് അവർക്ക് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. അതിനെ അവർക്ക് കഴിയുമെന്നാണ് കരുതുന്നത്. കാരണം ഇവരെല്ലാം യുവജന പ്രസ്ഥാനങ്ങളിലെല്ലാം നല്ല ഗംഭീരമായി പ്രവർത്തിച്ച് വന്നവരാണ്. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് നല്ല പ്രവർത്തനം പ്രതീക്ഷിക്കാം. അപ്പൊ പിണറായി സർക്കാരിന്റെ കാലത്ത് പറഞ്ഞല്ലോ, 1-ാം പിണറായി സർക്കാരിന്റെ കാലത്തും ആ 13-ാം നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, 2-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ ഈ സമയത്ത് UDF അധികാരത്തിലേറ്റപ്പോൾ പിന്നെയും ഭയക്കുന്നതാണ് ഇതിലൊരു വിരോധാഭാസം. അതാണ് നമ്മൾ തമാശയായിട്ട് പറയുന്നത്. കാരണം 2 പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, 2006 MA ബേബി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി 13-ാം നമ്പർ കാർ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് 2011 വന്ന UDF സർക്കാരിൽ വന്ന ആരും ആ നമ്പർ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അത്രയ്ക്കാണ് ആ നമ്പറിനോടുള്ള അന്ധവിശ്വാസം നിൽക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റമാണ് ഇപ്പോൾ വരുന്നത്. കാരണം 10 വർഷം അത് കഴിഞ്ഞുള്ള പിണറായി വിജയന്റെ 10 വർഷക്കാലം ഈ നമ്പർ തോമസ് ഐസക്കും പ്രസാദ് ഉപയോഗിച്ചു. ഇപ്പോൾ അത് KM ഷാജിയിലൂടെ അത് കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നു. ആ ഒരു അന്ധവിശ്വാസം തകർക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരട്ടെ, അത് നല്ല കാര്യമാണ്. KM ഷാജി എടുത്ത റിസ്ക് വളരെ വലുതാണ്. അതിനുള്ള ഗുണം എന്തായിരുന്നാലും ഷാജിയുടെ പെർഫോമൻസിലും ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം.